കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആന്റി പ്ലീസ്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഭാമേ, എന്തു പറ്റി ഭാമേ? എന്താമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നം ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ധൂമകേതു തന്നെ. അത് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലെന്ന്. സോറി മോളെ, നിന്നോടല്ല ആന്റി ദേഷ്യപ്പെട്ടത്. ഈ പെട്ടി എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. ചെല്. പെട്ടിക്ക് കനമുണ്ടല്ലോ. അപ്പോ ശാലിനി പണം വാങ്ങിയില്ല. അത് തന്നെയായിരിക്കും ആന്റിയുടെ ദേഷ്യത്തിന് കാരണം. വെറുതെ ലഡ്ഡു ഉരുട്ടി. ധൂമകേതൊന്ന് ഭാമ പറയണമെങ്കിൽ അത് ശാലിനിയെ കുറിച്ച് തന്നെ. അവൾ ഒഴിഞ്ഞു പോകുന്നുള്ള സന്തോഷത്തിലായിരിക്കും സുസ്മിത ലഡ്ഡു വിളമ്പിയത്. സുസ്മിത ഒന്ന് നിൽക്കണം. നിന്റെ ഭാമാന്റി വന്നാൽ ഇവിടെ പൊടിപൂരാന്നല്ലേ നീ പറഞ്ഞത്? ലഡുവിന്റെ പൊടി കിടപ്പുണ്ട്, എടുത്ത് കഴിക്ക്. ഇയാളാ ഞാൻ. സത്യഭാമ തോറ്റൂന്ന് കരുതി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനൊന്നും ആരും നിൽക്കണ്ട. നാളത്തെ ദിവസം സത്യഭാമയുടേതാ. എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പണം കൊണ്ടെല്ലാം വിലയ്ക്ക് വാങ്ങാന്ന് കരുതുന്നോളാ നിന്റെ അമ്മ. സ്നേഹം, ദയ, കരുണ, സന്തോഷം, ഇതൊക്കെ പണം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കിട്ടില്ല. ഭാമ പണം കൊണ്ട് ശാലിനി വിലക്കെടുക്കാൻ നോക്കിയിട്ടുണ്ടാവും. എങ്കിൽ അവളുടെ പത്തി നോക്കി തന്നെ അടിച്ചിട്ടുണ്ടാവും ശാലിനി. അതിന്റെ കരുവാ ഈ കാണിച്ചതൊക്കെ. ആന്റി, മോള് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തേ. മോളെ, നീ കഴിക്കുന്നില്ലേ ഒന്നും? എനിക്കൊന്നും വേണ്ടമ്മേ, വിശപ്പില്ല. പുസ്തകം കണ്ടാ പിന്നെ വിശപ്പില്ലെന്നാണോ? എന്താ മോളെ നീ ഇങ്ങനെ? വയറ് നിറഞ്ഞ ഉറക്കക്ഷീണം വരും അമ്മേ. ഇപ്പൊ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സാവണം. മുമ്പത്തേക്കാൾ വലിയൊരു വാശിയായിപ്പോ. എന്നാലും ഈ സമയത്ത് എന്താ അമ്മേ കുഴപ്പം? നീ തന്നെയല്ലേ പറഞ്ഞത് നീ ഗർഭിണിയാണെന്ന്? അമ്മ ഒന്ന് പോയേ, എനിക്ക് കുറച്ച് കോൺസെൻട്രേഷൻ വേണം.
ഭക്ഷണം കഴിക്കാതിരുന്നുള്ള പഠിത്തം എന്താണാവോ? ഉഫ്. ഇതെന്താ എടുക്കാത്തെ? എടുത്തൂടെ? ഇനിയിപ്പൊ ഇതെന്താ? എടുത്തില്ല എന്നുണ്ടെങ്കിലേ ഇനിയും വിളിച്ചോണ്ടിരിക്കും. എന്താ നോക്കാം. ഹലോ ഹലോ. അല്ല, ഇയാളവിടെ എന്ത് ചെയ്യാ? ഞാനേ മുടി മുറിക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ കയറിയതാ. ഒന്ന് മുട്ടയടിച്ചാലോ എന്നൊരാലോചന. മുടി മുറിക്കാനാ? എന്റെ പൊന്നു മാഷേ, ഇയാൾക്ക് അറിഞ്ഞൂടെ ഞാൻ കുത്തിയിരുന്ന് ഇവിടെ പഠിക്കുകയാണെന്ന്? അല്ല, എന്നാലും അല്ല, ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? എന്താണാവോ ഇപ്പൊ അറിയേണ്ടത്? അതെ, അവിടെ അവിടെ മഴയുണ്ടാ? ഇല്ലെങ്കി ഇയാള് പേയിക്കോ? മഴയുടെയും കാറ്റിന്റെയും കാര്യം മാഷ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ വിളിച്ച് ചോദിച്ചാ മതി. തൽക്കാലം എനിക്ക് പഠിക്കാനുണ്ട്. അത് പിന്നെ. അയ്യോ, കറണ്ട് പോയല്ലോ. അയ്യോ, കറണ്ട് പോയാ? പോയെങ്കി ഉണ്ടാക്കി തരാൻ പറ്റുമോ മാഷിനെ കൊണ്ട്? അത് വേണമെങ്കിൽ 1.5 ചക്ക് നോക്കാം. അതോ 2 ചക്ക് കറണ്ട് മതിയാ? അതെ, ഞാനേ ഇവിടെ നല്ല ടെൻഷനില്ല. എല്ലാം കൂടി ഫൈനലായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കറണ്ട് ഇല്ലെങ്കിലേ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് കണ്ണ് കഴിക്കും. 2-3 ദിവസമായിട്ട് ഉറങ്ങാതെ പഠിക്കുന്നോണ്ടേ നല്ല ക്ഷീണവും ഉണ്ട്. വീണു പോവോന്നൊരു പേടി. അതിനിടയിലേ ഇമാതിരി തമാശ പറയല്ലേ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. പോട്ടെ പോട്ടെ. ഞാൻ എങ്ങനെയെങ്കിലും വെളിച്ചം കിട്ടാൻ ഒരു വഴി അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കിട്ടി. അപ്പൊ ഞാൻ വെക്കാണേ. അയ്യോ, വെക്കല്ലേ. അല്ല, ഇയാളെ നാളെ എങ്ങനെ പരീക്ഷ എഴുതാൻ പോണേ? സാധാരണ മനുഷ്യരെ പോലെ പേനയെടുത്ത് നടന്നു പോവും. നടത്തും. അതല്ല, കൂടെ ആരെങ്കിലും വരുന്നുണ്ടോന്ന്. വീട്ടിൽ നിന്ന് 8-10 കിലോമീറ്ററേ ഉള്ളൂ. അതിനിപ്പോ കൂടെ ആരും വേണമെന്നൊന്നുമില്ല. എന്നാലും ശ്യാമയെ കൂടെ കൊണ്ടുപോയാലോന്നൊരു ആലോചന ഇല്ലാതില്ല. അതെന്തിനാണ് ശ്യാമ? ഞാനില്ലേ? ഒരെക്സാമിന് മാഷിനെ കൂടെ കൊണ്ടുപോയതിന്റെ ക്ഷീണേ ഇതുവരെ തീർന്നിട്ടില്ല. ഇനി ഇതും കൂടി വേണോ മാഷേ? അതെ, ഇത്തവണ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇയാള് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോകുമ്പോ ഞാനൂടി കൂടെ വേണ്ടേ? ഇയാളുടെ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവല്ലേ അത്? ഇയാളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഞാനോടി വരാം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ ശരി, പരിഗണിക്കാം. ഓക്കേ. എന്നാ വെച്ചോ, എനിക്ക് പഠിക്കാനുള്ള സമയം പോന്നു. ശരി, പഠിച്ചോ. ശരി. അല്ല, കറണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ? KCB-യിലേക്ക് വിളിച്ചു നോക്കാം. ഹലോ, KCB അല്ലേ? അല്ല, PTP-യിലെ പവർ സപ്ലൈ പോയല്ലോ. ഇനി എപ്പോഴാ കറണ്ട് വരിക? ഇനിയിപ്പോ ഇന്ന് രാത്രി പ്രതീക്ഷിക്കണ്ട. അതെ, ഒരു ട്രാൻസ്ഫോമർ കത്തിപ്പോയതാ. ഇനി നാളെ രാവിലെ പണി നടക്കത്തുള്ളൂ. നാളെ? ഹലോ.
എടാ അവക്ക് വെളിച്ചെത്തിക്കാനുള്ള പോക്കായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ സകല പ്രകാശവും നിനക്ക് കിട്ടിയാലും നീ നാളെ IAS പരീക്ഷ എഴുതാൻ പോകുന്നില്ല ശാലിനി. അതിനുള്ള പണി എവിടെ? വരാന്തയിലാണല്ലോ പതിവ് താവളം. ഈ സമയത്ത് ഇങ്ങേരുത് എന്തിനാ? സമയം മുഴുവൻ പോയി കിട്ടും. ഇതെന്താ കൂമനാ? പഠിക്കായിരിക്കും. അതെ, ഈ സമയത്ത് ഇവിടെ എന്താ പരിപാടി? അല്ല, കറണ്ട് പോയിരിക്കല്ലേ. ആ, അതുകൊണ്ട് നല്ല നിലാവുണ്ട്. പൗർണമിയാണെന്നാ തോന്നുന്നേ. ആയിരിക്കും. ആയിരിക്കുന്നല്ല, ആണ്. ഇയാളൊന്ന് അങ്ങോട്ട് നോക്കിക്കേ. പൂർണ്ണ ചന്ദ്രൻ, നക്ഷത്രങ്ങള്, അവരെല്ലാം നമ്മളെ കണ്ടോണ്ടിരിക്കുക. എന്നല്ലേ ഞാൻ അവരെ കണ്ടോണ്ടിരിക്കാനുള്ള മൂഡിലല്ല. അത് ശരിയാ, നല്ല തണുപ്പുണ്ട്, മൂഡ് മാറും. എന്താ തന്റെ ഉദ്ദേശം? അതല്ല, ഇയാൾക്കൊരു കമ്പനി തരാനായിട്ട്. ഓ, കമ്പനി തരാൻ ഞാനിവിടെ കുത്തിയിരുന്ന് കോണിയും പാമ്പും കളിക്കല്ല. സിവിൽ സർവീസ് എക്സാമിനെ തയ്യാറെടുത്തോണ്ടിരിക്കുക. നാളെയാ പരീക്ഷ. ഇന്നത്തെ ഓരോ നിമിഷവും വിലപ്പെട്ടതാ. ഫോൺ ചെയ്ത് തന്നെ എന്റെ 10 മിനിറ്റ് കളഞ്ഞു. നാശം പിടിക്കാനായിട്ട് കറണ്ടുമില്ല. എടോ, അതിനല്ല ഞാനുള്ളത്. അതെ, ഈ ഞാൻ ഉള്ളതുകൊണ്ട് എന്താ? വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കാൻ സൂര്യനൊന്നും അല്ലല്ലോ ഈ ഞാൻ. ഇയാൾക്ക് വെളിച്ചം കിട്ടിയ പോരെ? എവിടെന്ന് കൊണ്ടുവരൂന്നാ? ട്രാൻസ്ഫോമർ കത്തിപ്പോയിന്നാ പറഞ്ഞത്. അതെ, ഒരു അത്യാവശ്യത്തിനാന്ന് പറഞ്ഞ് മൂലമറ്റത്തേക്ക് പോയി കുറച്ച് കറണ്ട് പൊതിഞ്ഞെടുത്തോണ്ട് വാ. അവസാനത്തെ മെഴുകുതിരിയും തീരാറായി. ഈ സംസാരിച്ച് നിൽക്കുന്ന സമയത്തെ എനിക്ക് 4 അക്ഷരം പഠിക്കായിരുന്നു. അയ്യോ, അപ്പൊ ഇയാൾ ഇതൊരു അക്ഷരം മൊത്തം പഠിച്ചു തീർന്നില്ല. എന്നിട്ടാണ് ഇയാൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോണത്. അതെ, ഈ സമയത്ത് ഒരുമാതിരി വളിച്ച കോമഡി അടിക്കല്ലേ. കേട്ടിട്ട് എനിക്ക് ചിരിയും വരുന്നില്ല. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി.
പ്ലീസ്. അല്ല, അപ്പൊ ഈ മെഴുകുതിരി കഴിഞ്ഞാ വെളിച്ചത്തിന് ഇയാൾ എന്ത് ചെയ്യും? ഇയാൾക്ക് പഠിക്കണ്ടേ? ഞാൻ എന്റെ മൊബൈലിന്റെ ടോർച്ച് ഓൺ ആക്കിയിട്ട് ആ വെളിച്ചത്തിലിരുന്ന് പഠിച്ചോളാം. ഏയ്, 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 ഇവിടെ നില്ലേ. അപ്പൊ അതും കുറച്ച് കഴിയുമ്പോ ബാറ്ററി ഇരുന്ന് ഓഫ് ആവില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ വിധിന്ന് കരുതി അങ്ങ് സമാധാനിക്കാം. പാതിരാത്രി സൂര്യനൊന്നും ഉദിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഏയ്, ഇവിടെ നില്ലേ. ഉദിപ്പിച്ചു തരട്ടെ ഞാൻ. അല്ല, പാതിരാത്രി സൂര്യനെ ഉദിപ്പിച്ച് തരട്ടേന്ന്. ഒരു മാതിരി കളി അടിക്കല്ലേ. കളിയല്ലടോ, താൻ കണ്ടോ? ഞാനേ ഇപ്പൊ കാണിച്ചുതരാം. ഗ്ലാസ് ആരിക്കോ. അതെ, എന്തായി ചെയ്യുന്നേ? താൻ കണ്ടോ? ഇവിടെ ഇരിക്കട്ടെ. അതെ, അല്ല, സാധാരണ വരാന്തയിലാണല്ലോ ഇയാളുടെ IAS കോച്ചിങ് അക്കാദമി. ഇതെന്താ ഇങ്ങോട്ട് മാറിയേ? അത് പിന്നെ കറണ്ട് ഇല്ലാത്തപ്പോ വരാന്തയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഭൂതപ്രേത പിശാചുക്കള് അല്ലേ? എടോ, അതിനല്ലേ ഞാൻ വന്നത്. എന്ത് ഭൂതത്തിന് പകരം? അയ്യേ, പേര ചീഞ്ഞ കോമഡി പറയണേ. അതെന്തിനാ എടുക്കുന്നേ? ഏയ്, അതൊക്കെ പറയാന്നേ. ഓ, എന്റെ അമ്മോ, ഡെസ്കിനെക്കാട്ട് വലിയ വെയിറ്റ് ആണല്ലോ ബുക്കിന്. എന്റെ നോട്ട്സ്. ഏയ്, ഒന്ന് വെയിറ്റ് ചെയ്യടോ. ഇതെന്തിനാ ഇപ്പൊ എല്ലാം കൂടി ഇവിടെ കൊണ്ടുവച്ചേ? ഷേടാ, ഒന്ന് ക്ഷമിക്കടോ. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ. എന്റെ സമയം കളയാനാണോ? ഇയാളോടല്ലോ പറഞ്ഞു ഒന്ന് ക്ഷമിക്കാൻ. ക്ഷമിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ നേരം കുറെ ആയി. കാണിച്ചുതരാം. അല്ല, എന്താ ഇത്? ദേ, മൂലമറ്റത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. ഇയാൾക്ക് വേണ്ടി ഒന്നിന് പകരം 2 സൂര്യനെ ഉദിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വെളിച്ചില്ലാത്തോണ്ട് കളക്ടർ ആവാൻ പറ്റിയില്ല എന്ന് പറയരുത്. ആവശ്യത്തിനിരുന്ന് പഠിച്ചോ. ഇരുന്ന് പഠിക്കടോ. പഠിക്ക്. അതെ, ഇയാള് കുറച്ച് തിരിഞ്ഞിരുന്ന് പഠിച്ചോ. ലൈറ്റിന്റെ ക്ലിയർ അടിച്ചാലേ കണ്ണ് കേടാവും. കണ്ണില്ലാത്ത കളക്ടർ ആവണ്ട. എന്റെ അമ്മോ, എന്തോന്നിത്. അതെ, ഒരു കാര്യം ചെയ്യാം. താനേ ഇങ്ങോട്ട് ചാരിരുന്നു, ഒരു സപ്പോർട്ടിന് നല്ലതാ. എടോ, എന്റെ പുറത്തേക്ക് ചാരിക്കോ. എടോ, എന്റെ പുറത്തേക്ക് ചാരിക്കോളാൻ. അതെ, ഇയാൾ എഴുതുവോ? പരീക്ഷ എഴുതാനല്ലേ നാളെ പോകുന്നേ? അതല്ല, പിന്നെ ഈ IAS IPS ഒക്കെ കിട്ടുന്നവരെ ഓരോ കഥ എഴുതാറില്ലേ, അവരുടെ ഈ ജോലിയെ പറ്റിയിട്ടൊക്കെ? ഓ, സർവീസ് സ്റ്റോറി. അങ്ങനെ സർവീസ് സ്റ്റോറി.
അത് എഴുതുമ്പോ ഇത് എഴുതൂന്ന്. എന്ത്? ഈ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ ഇയാൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് തന്ന കാര്യങ്ങള്. ആ പരിഗണിക്കാം. ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിലിരുന്ന് പഠിച്ച ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രസിഡന്റ് ആയിട്ടുണ്ട്, അബ്ദുൽ കലാം. ഞാനും സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിലിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു. അല്ല, പ്രസിഡന്റ് ആവാലോ. പിന്നെന്താ പഠിക്കാതിരുന്ന? അതെങ്ങനെ പഠിക്കാനാ? വീട്ടില് നിറച്ച് ലൈറ്റ് അല്ലേ. സുസ്മിതയാണല്ലോ. ഹലോ. ആ ഹലോ, ബാലേന്ദ്രനല്ലേ? അതെ, ഞാൻ സുസ്മിതയാ. മനസ്സിലായി. നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം പറയാൻ കൂടിയാ ഞാൻ വിളിച്ചേ. കൂട്ടത്തിൽ എനിക്കും. അല്ലാതെ സുസ്മിത വിളിക്കില്ലല്ലോ. ആ എന്നാ കേട്ടോ, നാളെ ഒരാളുടെ യാത്ര മുടക്കണം. യാത്ര മുടക്കാനോ? ആരുടെ? ഒരാളിവിടുന്ന് കളക്ടർ പരീക്ഷ എഴുതി പേഷ്കാറാകാൻ പോകുന്നു. അവളുടെ യാത്ര മുടക്കണം എന്നാ പറഞ്ഞേ. ഓ, ശാലിനി. അതെ ബാലേന്ദ്ര, ശാലിനി തന്നെ. അവൾ ഒരു പരീക്ഷയിൽ തോറ്റു. പക്ഷേ ഇപ്പൊ വീണ്ടും പരീക്ഷ എഴുതിയാ അവള് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് വാശിയിലും ആത്മാർത്ഥതയിലുമാ അവള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ എക്സാം പാസ്സായ പിന്നെ ഇന്റർവ്യൂ എന്നൊരു കടമ്പ മാത്രമേ IAS എന്ന സ്വപ്നത്തിലേക്ക് അവളുടെ മുന്നിലുണ്ടാവൂ. അതുകൊണ്ട് അവള് നാളെ ആ പരീക്ഷ എഴുതാൻ പാടില്ല. അവളെങ്ങാനും ആ പരീക്ഷ പാസ്സായി കളക്ടറായി കഴിഞ്ഞാ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ബാലേന്ദ്രന് നന്നായിട്ട് അറിയാലോ. മനസ്സിലായി സുസ്മിത. അവൾ എഴുതില്ല നാളത്തെ പരീക്ഷ. സുസ്മിത ധൈര്യമായിട്ട് ഫോൺ വെച്ചു. അവൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുക്കുന്നതേ ഞാനാ, ഈ ബാലചന്ദ്രൻ. അതെ, ഇനി എന്താ? ഈ കളക്ടറിന്റെ മുകളിലാരാ? മന്ത്രി. അല്ല, എന്നാ പിന്നെ ഇയാൾക്ക് മന്ത്രിയാവാൻ പഠിച്ചാ പോരെ? മന്ത്രി ആവാനേ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ ഇയാള് പഠിക്കണേ? എടോ, തന്നെ ഞാൻ മന്ത്രിയാക്കുമല്ലോ. ആ അതെ, ഇനി ഇവിടെ ഇരുന്ന് ഒരു അക്ഷരം സംസാരിച്ചാലേ ഈ പെൻസിൽ വെച്ച് കുത്തി കൊല്ലും ഞാൻ. വേണ്ട, പെൻസിൽ കൊണ്ട് കുത്തേറ്റിട്ടുള്ള മരണം ഒരു ധീരന് ചേർന്നതല്ല. എന്ത് പണിയായി കാണിച്ചേ? എഴുന്നേക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് എണീക്കണ്ടേ? ഇയാളല്ലേ പറഞ്ഞേ ഒരക്ഷരം വേണ്ടിയാ കുത്തിക്കൊല്ലൂന്ന്, അതും പെൻസിൽ വെച്ചിട്ട്. അയ്യോ, നമ്മളില്ലേ, ഇയാള് വലിയ കളക്ടർ, കൊന്ന കേസ് പോലും ഉണ്ടാവില്ല.
ഇതാ അതൊരു സർപ്രൈസേ കാണിച്ചരം